ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പോർക്കിറച്ചിയാണ് ഉണ്ടാക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് പോർക്കിറച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ കൂർക്ക വേണം. പോർക്ക ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സബോള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പോർക്കിറച്ചി ഞാൻ വേവിച്ച് ഒരു 4 വിസിൽ വടിച്ചിട്ട് അത് നുറുക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നുറുക്കാൻ നല്ല എളുപ്പമുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് വെളിച്ചെണ്ണ ചൂടാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് സബോളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതിന് ശേഷം കുറച്ച് വേപ്പില ഇടാം. വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റുക കേട്ടോ. എന്നിട്ടത് പകുതിയോളം ഒരു ബ്രൗണിഷ് കളറ് ആവണേക്കാളും കുറച്ച് മുന്നേ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം. അങ്ങനെയാണ് ഞാൻ ചതച്ചത് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത് കരിഞ്ഞിങ്ങനെ പോവും. നിങ്ങളെങ്ങനെയാണ് ഇടാറുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മുന്നാണ് ഇവിടെ അതായത് കഴിഞ്ഞ സബോള വാടിയിട്ട് പകുതി ആകുമ്പോഴാണ് ഇടാമെന്ന് പറഞ്ഞോളൂ. അങ്ങനെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അതിന് ശേഷം ഞാനതിലേക്ക് മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വരട്ടി. എന്നിട്ട് അത് ചൂടാവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. നന്നായി മണം വരണ വരെ കേട്ടോ. നന്നായി അത് വരട്ടി. അതിന് ശേഷം ഞാൻ അതിലേക്ക് പോർക്ക് ഇട്ടതിന് ശേഷം പോർക്ക് നന്നായി അതിൽ മിക്സാക്കി. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരുംജീരകം നന്നായി അതിൻ്റെ ഒപ്പം മിക്സാക്കി കൊണ്ടിരിക്കുക. അത് കുറച്ച് നേരം നമ്മളതിങ്ങനെ മിക്സാക്കാം. കുറച്ച് സമയം എടുക്കും. അതിന് ശേഷം അതിങ്ങനെ വെള്ളം വറ്റി നന്നായി ഇങ്ങനെ കുറുകി, ഇങ്ങനെ പറയുക, ഒരു ബ്രൗണിഷ് കളർ പോലെ കറുപ്പിലേക്ക് കിടക്കില്ലെങ്കിലും ഒരു ബ്രൗണിഷ് കളർ വരെ ഞാൻ വഴറ്റിയിട്ടാണ്. എന്നിട്ട് അങ്ങനെ ഇതാണ് അവസാനത്തെ നമ്മുടെ പോർക്കിറച്ചി കറി. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബായ്.